നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വരാപ്പുഴ എന്ന പ്രദേശത്താണ് താമസിക്കുന്നത്. ഈ നാടിനെ പറ്റി പറയുവാണെങ്കിൽ വളരെ മനോഹരമായൊരു സ്ഥലമാണിവിടം. ശരിക്കും പറഞ്ഞാൽ പുഴയാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം. നിരവധി കാര്യങ്ങൾ കൊണ്ട് പ്രസിദ്ധമാണ് ഈ സ്ഥലം. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് 17-ാം നൂറ്റാണ്ട് മുതലുള്ള അതിശയകരമായ വാസ്തുവിദ്യയും ആഴത്തിലുള്ള ചരിത്രവുമുള്ള ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമായ വരാപ്പുഴ ബസിലിക്ക പള്ളിയിലേക്കാണ്. എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഇവിടേക്ക്. പള്ളിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ പാലമുണ്ട്. ഈ പാലത്തിനപ്പുറമാണ് പള്ളിയും വരാപ്പുഴ സ്കൂളും ഇവിടുത്തെ ഹെൽത്ത് സെന്ററും ഒക്കെ വരുന്നത്. പള്ളിക്ക് മുമ്പിലൂടെ ഒഴുകുന്ന ഈ പുഴ ഈ സ്ഥലത്തിന് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. പള്ളിയിലെ പെരുന്നാൾ സമയത്ത് ഭംഗി ഇരട്ടിയാകും. കാണുന്നവരുടെ കണ്ണിന് മാത്രമല്ല, മനസ്സിനും കുളിർമയും ആശ്വാസവും നൽകും. വരാപ്പുഴ ബസിലിക്ക എന്നറിയപ്പെടുന്ന അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ ആൻഡ് സെന്റ് ജോസഫ് ബസിലിക്ക ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. 1673 നിർമ്മിച്ച ഈ അതിശയകരമായ പള്ളി അവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ, സെന്റ് ജോസഫ് എന്നിവർക്ക് സമർപ്പിച്ചിരിക്കുന്നു. ബസിലിക്ക മനോഹരമായ ഗോത്തിക് വാസ്തുവിദ്യ പ്രദർശിപ്പിക്കുന്നു. ഇത് കാഴ്ചയിൽ അതിശയിപ്പിക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റുന്നു. 1886 മുതൽ 1936 വരെ വരാപ്പുഴ അതിരൂപതയുടെ കത്തീഡ്രലിൽ പ്രവർത്തിച്ച ഈ പള്ളി പ്രദേശത്തെ ലാറ്റിൻ കത്തോലിക്കരുടെ ചരിത്രത്തിൽ ഒരു അതുല്യമായ സ്ഥാനം വഹിക്കുന്നു. ഇവിടെ നിന്ന് നോക്കുമ്പോൾ വരാപ്പുഴ പാലം കാണാൻ കഴിയും. പാലത്തിൽ നിന്നും പള്ളി കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഉച്ച സമയത്താണ് ഞാനിവിടെ വന്നത്. ഉച്ച ചൂടിനെ പോലും തണുപ്പിക്കുന്ന തണുത്ത കാറ്റാണ് എപ്പോഴും ഇവിടെ. പുഴയുടെ അരികിലായി ഒരു നടപ്പാതയുണ്ട്. അവിടെ കുറെ തണൽ വൃക്ഷങ്ങളും ഇരിപ്പിടങ്ങളും ഒക്കെയുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് പള്ളിയിൽ എന്തോ കല്യാണവും മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല കാറ്റാണ് ഇപ്പോഴും ഇവിടെ. ഇതാണ് എൻ്റെ അനിയത്തി. അവളവിടെ അതും പുഴയെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കണേ. വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളും ഉണ്ട്. ആ കാണുന്നത് ചേരാനല്ലൂരാണ്. വരാപ്പുഴയിൽ നിന്നും ചേരാനല്ലൂരിലോട്ട് കടത്ത് സൗകര്യമുണ്ട്.
ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു കടത്ത് വരുന്നുണ്ടായി. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്താൻ പറ്റി. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.